ഒരു പിതാവിനും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവല്ലേ. വസുദേവരെ, ഇവനെ ജീവനോട് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. മൂന്ന് ലോകങ്ങളും കീഴടക്കിയ വില്ലാളി വീരനായി കംസൻ ഒരു പിഞ്ചു കുഞ്ഞിനു നേരെ വാളുയർത്തിയെന്ന് ഈ ലോകമറിഞ്ഞാൽ വേണ്ട വസുദേവരെ, കൊണ്ടുപോയിക്കോളൂ. അങ്ങയുടെ മനസ്കതയ്ക്ക് നന്ദി. പ്രാണപ്രേയസിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അടിയന് അല്പം സ്വാർത്ഥനാവേണ്ടി വന്നു. നന്ദി. വസുദേവർ വാക്കുപാലിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇവനെ നാം വധിക്കുന്നില്ല. നമുക്ക് വേണ്ടത് 8ാമത്തെ പുത്രനെയാണ്. അശരീരി പ്രകാരം അവനാണ് നമ്മുടെ ശത്രു. ദേവി, ദേവി, ഇത് സത്യമോ മിഥ്യയോ? സത്യമാണ്. നിന്റെ ജ്യേഷ്ഠന് വേണ്ടത് നമ്മുടെ 8ാമത്തെ പുത്രനെയാണ് ദേവി. ഇനിയും ഒരു ദുർവിധിയെ നേരിടാൻ നമുക്കാവുമോ? ഇനിയും അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഭഗവാനോട് മാനമൊരുക്കി പ്രാർത്ഥിക്കാം. നാരായണ 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 നാരായണ.
മഥുരാപുരിയിലെ കംസമഹാരാജാവിന്റെ മനോഹരമായ കൊട്ടാരം. ആഹാ, ദ്വാരപാലകരുമുണ്ടല്ലോ, വിശേഷം തന്നെ. നാരായണ നാരായണ. നാരദരുടെ ആഗമനമുണ്ടല്ലോ. പുതിയ കാപട്യങ്ങളും തന്ത്രങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ടായിരിക്കും. നാരായണ 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 നാരായണ. മൂന്ന് ലോകവും വലം വയ്ക്കുന്ന നാരദന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള കാര്യം എന്തേ അറിയാതെ പോയത്? കംസമഹാരാജാവിന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ത്രിലോക സഞ്ചാരിയായ നമ്മുടെ മുന്നിലാണോ മാർഗദർശനം സൃഷ്ടിക്കുന്നത്? അങ്ങനൊരു വാർത്ത ഞങ്ങൾക്കറിയില്ല. മൃത്യു വരിക്കണം എന്നുവെച്ചാൽ നാരായണ 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 നാരായണ. പ്രിയേ, നമ്മുടെ സഹോദരിയുടെ ആദ്യത്തെ പുത്രനെ നാം നിഗ്രഹിക്കാതെ വിട്ടു. പ്രഭോ, അതേതായാലും നല്ലതായി ഭവിച്ചു. രാജഗുരുവായ ഗർഗാചാര്യന്റെ വാക്കുകളാൽ അങ്ങയുടെ മനം മാറിയതിൽ അതിയായ സന്തോഷമുണ്ട്. ശത്രു സംഹാരം നമുക്കൊരു പാപമായിട്ട് തോന്നിയിട്ടില്ല. നമുക്കെതിരെ ഒരു ശത്രു വളർന്നാൽ സംഹരിക്കുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് ദേവകിയുടെ 8ാമത്തെ പുത്രനെ നാം വധിച്ചിരിക്കും. പ്രഭു, ഞാനൊന്ന് ചോദിച്ചോട്ടെ? നമ്മുടെ പ്രിയയ്ക്ക് എന്തും ചോദിക്കാനുള്ള അധികാരമുണ്ടല്ലോ. കാണുന്ന സ്വപ്നങ്ങൾക്കും കേൾക്കുന്ന അശരീരികൾക്കും അർത്ഥം ലഭിച്ചിട്ടുണ്ടോ പ്രഭു? സ്വപ്നങ്ങളും അശരീരികളും സത്യമായ നിമിത്തങ്ങളാണ്. നാം അതിൽ വിശ്വസിക്കുന്നു പ്രിയേ. അങ്ങ് നാരായണ 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 നാരായണ. പത്നിമാരുമായിട്ടുള്ള സല്ലാപവേളയിൽ നാം സ്വർഗത്തിലെ കട്ടറുമ്പാവുകയാണെങ്കിൽ നാം തിരിച്ചു പോയേക്കാം. സല്ലപിക്കാൻ എന്തിരിക്കുന്നു നാരദരെ? ഉദ്യാനത്തിലെ ഈ സായാഹ്നത്തിൽ ഒരൽപ്പം കാറ്റുകൊള്ളാൻ നാരദരും വന്നാലും. നാരായണ 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 നാരായണ. ഇരുന്നാലും നാരദരെ. നാരായണ നാരായണ. ഏഷണികളും കുനിഷ്ഠമായിട്ടാണോ ഇപ്രാവശ്യത്തെയും ആഗമനം? ഏഷണിയും കുശുമുമല്ല, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏതാനും ചില നഗ്ന സത്യങ്ങൾ വെളിപ്പെടുത്താനാണ് നാം ഇവിടെ ആഗതനായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അജ്ഞാതമായ ചില സത്യങ്ങൾ എവിടേക്കോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ നാരദരെ? തീർച്ചയായും. എങ്കിലുടൻ വെളിപ്പെടുത്തുക. ആ സത്യങ്ങൾ നാം ഒന്ന് കേൾക്കട്ടെ. ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കുന്നത് മറ്റാരുമല്ല എന്നറിയുക. അത് വൈകുണ്ഠേശ്വരനായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ. നാരദരെ, നാം ഈ കേൾക്കുന്നത് തികച്ചും അസംഭവ്യമാണ്. ഒരിക്കലുമല്ല, സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന നഗ്നസത്യം. വൈകുണ്ഠേശ്വരൻ ആർക്കാണ് അവൻ ഈശ്വരൻ? കാപട്യവും മായാജാലവുമായി നടക്കുന്ന കള്ളനാരായണൻ. നാം പറഞ്ഞു തീർന്നില്ല. ഒന്നും മറച്ചു വെക്കാതെ എല്ലാം തുറന്നു പറയണം നാരദരെ. രാജൻ, ഇവിടുന്ന് കഴിഞ്ഞ ജന്മത്തിൽ കാലനേമി എന്നൊരു അസുരനായിരുന്നു. കാലനേമിയെ വധിച്ചതും സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ. ഭഗവാൻ? ആ നാമമിനി നമ്മുടെ സമക്ഷത്തിൽ ഉച്ചരിച്ചു പോകരുത്. എങ്കിൽ പിന്നെ ഈ ഉത്തരവ് സ്വീകരിച്ചുകൊണ്ട് നാം യാത്രയാകുന്നു. നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ. കഴിഞ്ഞ ജന്മം കാലനേമിയായ നമ്മെ നിഗ്രഹിച്ചത് വിഷ്ണു. അതേ വിഷ്ണു തന്നെ നമ്മുടെ ഈ കംസജന്മവും നശിപ്പിക്കാൻ ജന്മമെടുക്കുന്നു. ഹേ തസ്കരനും ദുഷ്ടനുമായ വൈകുണ്ഠനാഥ, നീ നമ്മുടെ കൈകൊണ്ട് കാലപുരിക്ക് പോകാനുള്ള ദിനങ്ങൾ എണ്ണി കരുതിയിരുന്നോ? നാസതോ വിദ്യത്തെ ഭാവോ നാഭാവോ വിദ്യത്തെ സത ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭി. ഇല്ലാത്തതിന്, അതായത് അസത്തിന് ഉണ്മയില്ല, ഉള്ളതിന് അഭാവവും അറിയപ്പെടുന്നില്ല. ഈ രണ്ടിൻ്റെയും യാഥാർത്ഥ്യം തത്വദർശികൾ കണ്ടറിഞ്ഞിട്ടുണ്ട്.